ഞാൻ യേശുപിതാവിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 2023 എനിക്ക് യേശുപ്പയെ കാണുവാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. യേശുപ്പ എന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നല്ല അതിസുന്ദരനായ ഒരു യുവാവാണ് യേശുപ്പ. നല്ല വെള്ളാരം കണ്ണാണ്, നല്ല ശാന്തശീലനാണ്, നല്ല പെരുമാറ്റമാണ്. യേശുപ്പയുമായിട്ട് എനിക്ക് 1 മണിക്കൂർ സമയം വരെ നല്ല കമ്പനി കൂടാനുള്ള ഒരു അവസരമുണ്ടായത് അന്നാണ്. ഞാൻ നല്ല കമ്പനി കൂടി യേശുപ്പയുമായിട്ട്. അതിനുശേഷമാണ് യേശുപ്പ സ്നേഹത്തോടെ എന്നിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഒരു ദിവസം ഞാൻ തലശ്ശേരി ടൗണിൽ പോയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ മുന്നിലൂടെ ഒരു യാചകൻ വരികയുണ്ടായി. ഞാൻ നിന്നിരുന്ന പിൻവശത്തൊരു ചായക്കടയുണ്ട്. ഈ യാചകൻ എന്ത് ചെയ്തു? ആ ചായക്കടയിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന മുതലാളിയോട് ചായക്കുള്ള പണത്തിന് ആവശ്യപ്പെട്ടു. മുതലാളി പണം കൊടുത്തില്ല. അവിടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ യാചകൻ ആ യുവാവിനോട് പണത്തിന് ആവശ്യപ്പെട്ടു. യുവാവിന് ദേഷ്യം വന്നു. അയാൾ എന്തൊക്കെയോ പിറുപിറുത്ത് ഈ യാചകനെ കൈയോങ്ങി ആട്ടി പുറത്താക്കി. ഈ യാചകന് ദേഷ്യം വന്നു. അരിശം കൊണ്ട് യാചകൻ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കരിങ്കല്ല് കഷ്ണം എടുത്ത് ഇയാൾ എറിയാൻ ഭാവിച്ചു. മുൻവർഷം ഞാനുണ്ട്. ഒരുപക്ഷെ ഈ കരിങ്കല്ല് കഷ്ണം എൻ്റെ ദേഹത്തേക്ക് പതിക്കുമായിരുന്നു. അത് യേശുപ്പക്ക് അറിയാമായിരുന്നു. യേശുപ്പ അവിടെ പ്രത്യക്ഷമായി ഒരു യുവാവിൻ്റെ വേഷത്തിൽ ആ യാചകൻ്റെ അരികിലേക്ക് ചെല്ലുകയും അയാളോട് നെറ്റി തൊട്ട് അയാൾ ശാന്തനാക്കി. ആ നിമിഷം തന്നെ യാചകൻ മൗനമായി നിന്നു. ആ കരിങ്കല്ല് കഷ്ണം താഴേക്കിട്ടു. പിന്നൊന്നും പറയാതെ ആ യാചകൻ അവിടുന്ന് പുറപ്പെട്ടു. എൻ്റെ നാട്ടിലേക്കുള്ള ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി. യേശുപ്പ ഒരു സ്വാമിജിയുടെ വേഷം ധരിച്ച് എൻ്റെ പിന്നാലെയും കയറി. ബസ്സിലാകെ ചന്ദനത്തിൻ്റെ മണം പരന്നു. ഞാൻ മുൻ സീറ്റിലിരുന്നു. യേശുപ്പ എൻ്റെ എതിർവശമുള്ള സീറ്റിലും ഇരുന്നു. കണ്ടക്ടർ വന്നു, എൻ്റെ ടിക്കറ്റ് മുറിച്ചു. പിന്നെ യേശുപ്പയുടെ അരികിലേക്ക് ചെന്നു. കണ്ടക്ടർ ഒരു നിമിഷം യേശുപ്പയുടെ മുഖത്തേക്ക് നോക്കി. സ്വാമിജിയുടെ വേഷത്തിൽ കണ്ട എൻ്റെ യേശുപ്പയെ കണ്ടക്ടർ ഗുരുവേ എന്ന് വിളിച്ച് തൊയ്തു നിന്നു. ടിക്കറ്റ് എടുക്കാതെ അവിടുന്ന് പുറകിലേക്ക് മാറി നിന്നു. പക്ഷേ കണ്ടക്ടർക്ക് മനസ്സിലായില്ല ആ സ്വാമിജി നമ്മുടെ സാക്ഷാൽ ദൈവപുത്രനായ യേശുപ്പയാണെന്ന്. ഒരു നിമിഷം എനിക്ക് ചിരി വന്നു. ഞാൻ കണ്ടക്ടറെ നോക്കി. യേശുപ്പ എന്നെ നോക്കി പുഞ്ചിരിച്ചു. പുറകിലേക്ക് നോക്കി. കണ്ടക്ടർ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു യേശുപ്പ. ഒരുപക്ഷെ ആ കണ്ടക്ടർക്ക് ആ സ്വാമിജി യേശുപ്പയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനും യേശുപ്പയെ പരിചയപ്പെടാമായിരുന്നു, സൗഹൃദബന്ധം സ്ഥാപിക്കാമായിരുന്നു. അവന് മനസ്സിലായില്ല. അവൻ കണ്ടു യേശുപ്പയെ, സാക്ഷാൽ ദൈവത്തെ ആ കണ്ടക്ടർ കണ്ടു. പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനും അപ്പിയും ചിരിക്കുകയാണ് ചെയ്തത്. മനുഷ്യന്മാർ കാണുന്നുണ്ട് നമ്മുടെ ദൈവത്തെ, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവം പല രൂപത്തിലും വരുന്നത് കൊണ്ട് ആർക്കും ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് സത്യം.